ശൂന്യമായ സ്ഥലം, നക്ഷത്രാന്തര വാതകം, കോസ്മിക് പൊടിപടലങ്ങൾ എന്നിവ ചേർന്ന സംവിധാനങ്ങളാണ് ഗാലക്സികൾ. സാധാരണയായി അവയിൽ ഗുരുത്വാകർഷണത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്ന 1 ദശലക്ഷം മുതൽ 1 ട്രില്യൺ വരെ നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഗാലക്സികളെ ഒറ്റപ്പെട്ട ഘടനകളായി മാത്രം കാണുന്നത് ശരിയല്ല. ചെറിയ അവശിഷ്ടങ്ങൾ മുതൽ ചെറിയ ഗാലക്സികൾ വരെയുള്ള എല്ലാത്തരം വസ്തുക്കളെയും വലിച്ചെടുക്കുന്ന കോടിക്കണക്കിന് സൗരപിണ്ഡമുള്ള ഒരു വലിയ ഗുരുത്വാകർഷണ ശക്തി സങ്കല്പിക്കൂ. ആകാശഗംഗയുടെ അയൽക്കാരായ ഉപഗ്രഹ ഗാലക്സികളെയും ആ ഉപഗ്രഹ ഗാലക്സികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുമെല്ലാം നമ്മൾ അറിയാൻ പോവുകയാണ്. ഗാലക്സികൾക്ക് ഉപഗ്രഹങ്ങളുണ്ടോ എന്നും അവ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഒരു ഉപഗ്രഹ ഗാലക്സി പോലുള്ള ഒന്നുണ്ട്. വളരെ വലിയ ഗാലക്സികളുടെ ഗുരുത്വാകർഷണ ശക്തികളാൽ ആകർഷിക്കപ്പെടുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ഘടനയാണിത്. അവ നമുക്ക് ചുറ്റിലുമുണ്ട്. ആകാശഗംഗയുടെ ചുറ്റിലും നോക്കുകയാണെങ്കിൽ ലാർജ് മെഗലനിക് ക്ലൗഡ് അല്ലെങ്കിൽ കാനിസ് മേജർ ഡ്വാർഫ് ഗാലക്സി പോലുള്ള നിരവധി വശങ്ങളിലെ ഗാലക്സികൾ എങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. സാധാരണയായി ഗാലക്സികൾ ശൂന്യതകളാൽ വേർതിരിക്കപ്പെടുന്ന കൂറ്റൻ ഒറ്റപ്പെട്ട ഘടനകളാണ്. ചിലപ്പോൾ ഒന്ന് എവിടെയാണ് എന്ന് തിരിച്ചറിയുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഗാലക്സി അവസാനിക്കുകയും മറ്റൊന്ന് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വലിയ ഗാലക്സിയും അതിൻ്റെ ഉപഗ്രഹങ്ങളും തമ്മിൽ വേർതിരിച്ചറിയുവാൻ പ്രയാസമായിരിക്കും. ഉദാഹരണത്തിന്, ക്ഷീരപഥത്തിന്റെ പൊതുവായി അംഗീകരിക്കപ്പെട്ട ഉപഗ്രഹ ഗാലക്സികളായ കാനിസ് മേജറിനെ ഇപ്പോഴും ക്ഷീരപഥത്തിന്റെ ഒരു ഭാഗമായ വിദൂര നക്ഷത്രങ്ങളുടെ ഇടതൂർന്ന പ്രദേശമായിട്ടാണ് കാണുവാൻ കഴിയുക. ഒടുവിൽ പല ചെറിയ ഉപഗ്രഹ ഗാലക്സികളെയും അവയുടെ കൂടുതൽ ഭീമൻ അയൽക്കാരുടെ ഗുരുത്വാകർഷണത്താൽ വലിച്ചെടുക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷീരപഥത്തിന് അടുത്തുള്ള ചെറിയ ഗാലക്സികൾക്ക് സംഭവിക്കുന്നത് ഇതാണ്. എന്നാൽ ആദ്യം ഈ ഗാലക്സികൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കാനിസ് മേജർ ഡ്വാർഫ് ഗാലക്സിയാണ് ക്ഷീരപഥത്തോട് ഏറ്റവും സമീപത്തുള്ള അറിയപ്പെടുന്ന ഗാലക്സി. 2003 ഫ്രാൻസിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര സംഘമാണിത് കണ്ടെത്തിയത്. ഇറ്റാലിയൻ, ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ ജ്യോതിശാസ്ത്രജ്ഞന്മാർ സൂര്യനിൽ നിന്നും 25,000 പ്രകാശവർഷങ്ങൾ മാത്രം അകലെയും ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നും 42,000 പ്രകാശവർഷങ്ങൾ മാത്രം അകലെയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തുടക്കത്തിൽ ഗാലക്സിക്ക് ഒരു ദീർഘവൃത്താകൃതി ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ക്ഷീരപഥ ഗാലക്സിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്താൽ അത് വലിച്ചടുപ്പിക്കപ്പെടുന്നതിനാൽ ഇത് കൂടുതൽ ക്രമരഹിതമായി കൊണ്ടിരിക്കുകയാണ്. വേലിയേറ്റ തടസ്സം മൂലം ക്ഷീരപഥത്തെ പരിക്രമണം ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളുടെ ഒരു ഫിലമെന്റ് അതിൻ്റെ പിന്നിലൂടെ സഞ്ചരിക്കുന്നു. ഇത് സങ്കീർണമായ ഒരു വളയം പോലുള്ള ഘടനയെ ഉണ്ടാക്കുന്നു. മോണോസെറോസ് റിംഗ് എന്നറിയപ്പെടുന്ന ഈ ഫിലമെന്റിന് 2 ലക്ഷം പ്രകാശവർഷത്തോളം നീളമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗാലക്സിയെ 3 തവണ വലം വയ്ക്കുന്നു. നിരവധി ഗോളീയ ഘടനകൾ കാനിസ് മേജറിനെ ചുറ്റിപ്പറ്റിയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളുടെ വിശകലനം സൂചിപ്പിക്കുന്നത് ഗാലക്സികൾ അവയുടെ ചെറിയ അയൽക്കാരെ വിഴുങ്ങുന്നതിലൂടെ വലുപ്പത്തിൽ വളരുമെന്നാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഗാലക്സി യഥാർത്ഥത്തിൽ ക്ഷീരപഥത്തിന്റെ മറുവശത്താണുള്ളത്. കൂടാതെ കാനിസ് മേജർ ഡ്വാർഫിനേക്കാൾ ഒരൽപ്പം അകലെയാണ്. ഏകദേശം 70,000 പ്രകാശവർഷത്തോളം അകലെയാണ് ഈ ഗാലക്സി നിലനിൽക്കുന്നത്. 1994 കണ്ടെത്തിയ ക്ഷീരപഥത്തിന്റെ ദീർഘവൃത്താകൃതിയിലുള്ള ലൂപ്പ് ആകൃതിയിലുള്ള ഉപഗ്രഹ ഗാലക്സിയാണ് സജിറ്റേരിയസ് ഡ്വാർഫ് എലിപ്റ്റിക്കൽ ഗാലക്സി, SAGD ഗാലക്സി. ഇതിന്റെ പ്രധാന ബോഡികളിൽ 4 ഗോളീയ ക്ലസ്റ്ററുകൾ അടങ്ങിയിരിക്കുന്നു, ഏകദേശം 10,000 പ്രകാശവർഷത്തോളം വ്യാപ്തം. എന്നിരുന്നാലും അതിന്റെ വലിപ്പം വലുതാണെങ്കിലും ക്ഷീരപഥത്തിൽ നിന്നുള്ള വേലിയേറ്റ ശക്തികൾ അതിന്റെ സമഗ്രതയെ തടസ്സപ്പെടുത്തിയേക്കാം. വാസ്തവത്തിൽ ഇത് നമ്മുടെ ഏറ്റവും അടുത്തായതിനാൽ ചില SAGD നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ ക്ഷീരപഥത്തിന്റെ ഏറ്റവും പുറം പ്രദേശങ്ങളിലാണുള്ളത്. ചില ഗവേഷകർ വിശ്വസിക്കുന്നത് SAGDയുടെ ഭൂരിഭാഗവും ഒരു ദിവസം ക്ഷീരപഥവുമായി ലയിക്കുമെന്നും മിച്ചമുള്ള മുഴുവൻ ഭാഗവും ഇന്റർ ഗാലക്റ്റിക് വാഗാ ബോർഡുകളായി മാറും എന്നുമാണ്. മെഗലനിക് മേഘങ്ങൾ എന്നറിയപ്പെടുന്ന 2 സമാനമായ ഗാലക്സികളുമായി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഒരൽപ്പം അകലെയാണ്. ഇവ 2 ക്രമരഹിതമായ ഗാലക്സികളാണ്. വലിയ മെഗലനിക് ക്ലൗഡും ചെറിയ മെഗലനിക് ക്ലൗഡും, അല്ലെങ്കിൽ ലളിതമായി LMC, SMC എന്നിവ. ഇവ 1.5 ദശലക്ഷം വർഷത്തിൽ ഒരിക്കൽ ക്ഷീരപഥത്തെ വലം വയ്ക്കുന്നു. 900 ദശലക്ഷം വർഷത്തിൽ ഒരിക്കലാണ്
ഇവ പരസ്പരം ബലം വയ്ക്കുന്നത്. രണ്ട് സിസ്റ്റങ്ങളും പൂർണ്ണമായും നക്ഷത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബാർ ആകൃതിയിലുള്ള കേന്ദ്ര ഘടനയുള്ള സർപ്പിള ഗാലക്സികളാണ്. നമുക്ക് അവ ഓരോന്നും സൂക്ഷ്മമായി തന്നെ പഠിക്കാം. ലാർജ് മെഗലനിക് ക്ലൗഡ് ഏകദേശം 1,63,000 പ്രകാശവർഷങ്ങൾ അകലെയാണ്. LMCയുടെ വ്യാസം ഏകദേശം 14,000 പ്രകാശവർഷത്തോളമാണ്. അതിൻ്റെ ഭാരം ഏകദേശം 10 ബില്യൺ സൗരപിണ്ഡമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും വളരെ മങ്ങിയ മേഘം പോലെ ഇത് നമുക്ക് ദൃശ്യമാണ്. മധ്യത്തിലുള്ള ഒരു നക്ഷത്ര ബാർ അല്പം ചെരിഞ്ഞതാണ്. കൂടാതെ അതിൻ്റെ സർപ്പിള ഭുജങ്ങൾ ചെറിയ നക്ഷത്രങ്ങളിൽ നിന്നുള്ള വേലിയേറ്റ പ്രതിപ്രവർത്തനങ്ങൾ മൂലം മാറിക്കൊണ്ടേയിരിക്കുന്നു. മെഗലനിക് ക്ലൗഡും ക്ഷീരപഥത്തിൻ്റെ ഗുരുത്വാകർഷണവും തമ്മിൽ ബന്ധമുണ്ട്. കിഴക്കും പടിഞ്ഞാറുമുള്ള ചിറകുകൾ ക്ഷീരപഥത്തിൻ്റെ മധ്യഭാഗത്തേക്കാൾ അടുത്തതാണ്. LMC വാതകവും പൊടിയും കൊണ്ട് സമ്പന്നമാണ്. നിലവിൽ അതിശക്തമായ നക്ഷത്ര രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നു. സ്മോൾ മെഗലനിക് ക്ലൗഡ് ഏകദേശം 7 ബില്യൺ സൗരപിണ്ഡമുള്ള ഒരു കുള്ളൻ ക്രമരഹിതമായ ഗാലക്സിയാണ്. ഇത് ഏകദേശം 2 ലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. നഗ്നനേത്രങ്ങളെ കൊണ്ട് തന്നെ ഇവയെ നമുക്ക് കാണുവാൻ കഴിയും. ഗാലക്സിയിൽ 100 കണക്കിന് ദശലക്ഷം നക്ഷത്രങ്ങളുണ്ട്. LMC പോലെ ഇതിൻ്റെ യഥാർത്ഥ സർപ്പിള ആകൃതിയും ക്ഷീരപഥത്തിൻ്റെ ഗുരുത്വാകർഷണ ബലങ്ങളാൽ ക്രമരഹിതമായ സർപ്പിള ആകൃതിയിലുമുള്ള ഘടനയിലേക്ക് വളച്ചൊടിക്കപ്പെടുന്നു. SMC LMCയുമായി ഒരു വാതക മേഘമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് ഗാലക്സികൾ പരസ്പരം ഇടപഴകുന്നുണ്ട്. രാസപരമായി പറഞ്ഞാൽ 2 ഗാലക്സികളും വാതകത്താൽ സമ്പന്നമാണ്. ഇതിൻ്റെ അർത്ഥം മെഗലനിക് മേഘങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ അറിയുവാൻ സാധിക്കും. റോബർട്ട് ബെൻഹാം ജൂനിയർ LMCയെ ഒരു ജ്യോതിശാസ്ത്ര നിധി മന്ദിരം, നക്ഷത്രങ്ങളുടെ വളർച്ചയെയും പരിണാമത്തെയും കുറിച്ചുള്ള പഠനങ്ങൾക്കുള്ള ഒരു വലിയ ആകാശ പരീക്ഷണശാല എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഡ്രാക്കോ ഡ്വാർഫ് എന്നറിയപ്പെടുന്ന അടുത്ത ഗാലക്സി ലാർജ് മെഗലനിക് മേഘങ്ങളെക്കാൾ സൂര്യനിൽ നിന്നും ഏകദേശം 1 ലക്ഷം പ്രകാശവർഷത്തോളം അകലെയാണ്. 1954 പാലോമർ ഒബ്സർവേറ്ററി സ്കൈ സർവേ നടത്തുന്നതിനിടെ കണ്ടെത്തിയ ഒരു ഗോളീയ ആകൃതിയുള്ള ഗാലക്സിയാണിത്. നിർഭാഗ്യവശാൽ കുറഞ്ഞ പ്രകാശം കാരണം ഡ്രാക്കോ ഡ്വാർഫിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും കാണുവാൻ സാധിക്കില്ല. വ്യത്യസ്ത ഘടനയുള്ള ധാരാളം ചുവന്ന ഭീമന്മാർ ഗാലക്സിയിൽ അടങ്ങിയിരിക്കുന്നു. ലോഹസമ്പന്നമായ നക്ഷത്രങ്ങൾ മധ്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ചുറ്റളവിൽ നിരവധി ലോഹ ദരിദ്ര നക്ഷത്രങ്ങളുമുണ്ട്. ഡ്രാക്കോ ഡ്വാർഫിനെ മിക്ക നക്ഷത്രങ്ങളും വളരെ പഴക്കമുള്ളതാണ്. 10 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടവയാണ് ഇവയെല്ലാം. 2 മുതൽ 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നക്ഷത്ര രൂപീകരണ പ്രവർത്തനത്തിൻ്റെ ഒരു ചെറിയ പൊട്ടിത്തെറി സംഭവിച്ചു. ഡോക്ടർ ക്രൈഗ് ടൈലറുടെ അഭിപ്രായത്തിൽ മാസും പ്രകാശവും തമ്മിലുള്ള അനുപാതം കാരണം ഗാലക്സിയിൽ വലിയ അളവിൽ ഡാർക്ക് മാറ്റർ അടങ്ങിയിരിക്കും. അടുത്തത് 2 ഉപഗ്രഹ ഗാലക്സികളെ ഉൾക്കൊള്ളുന്നതാണ്. ഉർസ മേജർ 1ഉം 2ഉം ക്ഷീരപഥത്തെ പരിക്രമണം ചെയ്യുന്ന കുള്ളൻ ഗോളാകൃതിയിലുള്ള ഗാലക്സികളാണിവ. അവ യഥാക്രമം 2005ലും 2006ലും കണ്ടെത്തി. ഉർസ മേജർ ഡ്വാർഫ് 1 സൂര്യനിൽ നിന്നും 3,30,000 പ്രകാശവർഷത്തോളം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ഉർസ മേജർ 2 സൂര്യനോട് വളരെ അടുത്തതുമാണ്. 1,00,000 പ്രകാശവർഷം മാത്രം അകലെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടിൻ്റെയും ക്രമരഹിതമായ ദീർഘവൃത്താകൃതി ഗാലക്സികൾ വേലിയേറ്റ തടസ്സ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. അവ ക്ഷീരപഥത്തിലെ ഏറ്റവും ചെറിയ ഗാലക്സി ഉപഗ്രഹങ്ങളിൽ ഒന്നാണ്. 2 ഗാലക്സികളും അസാധാരണമാം വിധം മങ്ങിയതുമാണ്. ഉദാഹരണത്തിന് ഉർസ മേജർ 2വിലെ എല്ലാ നക്ഷത്രങ്ങളുടെയും സഞ്ചിത പ്രകാശം സൂര്യനേക്കാളും 4000 മടങ്ങിൽ കൂടുതലാണ്. അതേസമയം ഗാലക്സിയുടെ ആകെ മാസ് എന്നത് ഏകദേശം 5 ദശലക്ഷം സൗരപിണ്ഡങ്ങളുമാണ്. 2 ഗാലക്സികളും പുരാതനവും വളരെയേറെ ലോഹക്കുറവുള്ളതുമാണ്. ഉർസ മേജർ 2വിൽ സൂര്യനേക്കാൾ 300 മടങ്ങ് കുറഞ്ഞ ഭാരമുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. 2 ഗാലക്സികളിലെയും ഭൂരിഭാഗം നക്ഷത്രങ്ങളും പഴക്കമേറിയവയാണ്. അവയിൽ ചിലത് 10 ബില്യൺ വർഷത്തിലും പഴക്കമുള്ളതാണ്. ഉർസ മേജർ 1ഉം 2ഉം തമ്മിലുള്ള ഒരേ ഒരു പ്രധാന വ്യത്യാസം എന്നത് അവയുടെ വലിപ്പമാണ്. കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്രയിലെ അടുത്ത പോയിന്റിലെത്തും. ആൻറ്റിലിയ 2. ആൻറ്റിലിയ നക്ഷത്ര സമൂഹത്തിലെ ഗാലക്സി ഡിസ്കിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷീരപഥത്തിൻ്റെ ഒരു കുള്ളൻ ഉപഗ്രഹ ഗാലക്സിയാണിത്. 2018 നവംബറിൽ
യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ ബഹിരാകാശ പേടകത്തിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് ഈ ഗാലക്സി നമ്മൾ കണ്ടെത്തിയത്. ഇത് ഏകദേശം 9450 പ്രകാശ വർഷത്തോളം വ്യാപിച്ചു കിടക്കുന്നു. സൂര്യനിൽ നിന്നും 4,24,000 പ്രകാശ വർഷം അകലെയാണ് ഇതുള്ളത്. ഏതൊരു ഗാലക്സിയേക്കാളും കുറഞ്ഞ ഉപരിതല വെളിച്ചമാണ് ഇതിനുള്ളത്. ആ പ്രകാശക്കുറവ് തന്നെയാണ് ആൻഡലിയ 2വിനെ സവിശേഷമാക്കുന്നത്. വാസ്തവത്തിൽ സമാനമായ വലിപ്പമുണ്ടെങ്കിലും ലാർജ് മെഗലനിക് ക്ലൗഡ്സിനേക്കാൾ 10,000 മടങ്ങ് തിളക്കം കുറവാണിതിന്. അറിയപ്പെടുന്ന ഏതൊരു അൾട്രാ ഡിഫ്യൂസ് ഗാലക്സികളെക്കാളും ഏകദേശം 100 മടങ്ങിൽ കൂടുതൽ ഡിഫ്യൂസ് ഉള്ളതാണ് ആൻഡലിയ 2. ആംഗ്ലോ ഓസ്ട്രേലിയൻ ദൂരദർശിനി ഉപയോഗിച്ച് 159 അംഗ നക്ഷത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഇരുണ്ട ദ്രവ്യ ഹാലോകളിൽ ഒന്നാണ് ആൻഡലിയ 2വിൽ വസിക്കുന്നത്. ശക്തമായ ടൈഡൽ സ്ട്രിപ്പിങ്ങും നിരീക്ഷണങ്ങൾ കാണിച്ചു തന്നു. അതായത് ക്ഷീരപഥത്തിന്റെ ഗുരുത്വാകർഷണ ബലങ്ങൾ കാരണം ഗാലക്സി അതിന്റെ ആകൃതി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. എന്നിരുന്നാലും ക്ഷീരപഥം ആൻഡലിയ 2വിനെ മാത്രമല്ല ബാധിക്കുന്നത്, വിപരീതമായും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഉപഗ്രഹ ഗാലക്സി ക്ഷീരപഥത്തിന്റെ പുറം ഡിസ്കിനേക്കാൾ അലകൾ സൃഷ്ടിച്ചിരിക്കാമെന്ന് സമീപകാല പഠനങ്ങൾ സൂചിപ്പിച്ചു. അവസാനമായി നമ്മുടെ യാത്രയിലെ ഏറ്റവും വിദൂര ഗാലക്സികളിൽ ഒന്നിലേക്ക് പോകാം. 3.4 ദശലക്ഷം പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ധനുരാശിയിലെ ഒരു കുള്ളൻ ഗാലക്സി, സജിറ്റേരിയസ് ഡ്വാർഫ് ഇറഗുലർ ഗാലക്സി, അതായത് SAGDI ഗാലക്സി. സമാന പേരിലുള്ള ദീർഘവൃത്താകൃതിയുള്ള ഗാലക്സിയുമായി ആശയക്കുഴപ്പത്തിലാകരുത്. ഇത് ക്രമരഹിതമായ, അതായത് ഇറഗുലറായ ഗാലക്സിയാണ്. 1977 ഇത് കണ്ടെത്തിയത്. 1977 ESO 1 മീറ്റർ ഷ്മിറ്റ് ദൂരദർശിനി ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെത്തിയത്. ധനുക്കുള്ളൻ എന്നും ഇതറിയപ്പെടുന്നു. ഇത് വളരെ തിളക്കമുള്ളതും ഒരു നീണ്ട നക്ഷത്ര രൂപീകരണ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നതുമായ ഗാലക്സിയാണ്. തൽഫലമായി അതിലെ പല നക്ഷത്രങ്ങൾക്കും അത്ര പഴക്കമില്ല. ശരാശരി പ്രായം 4 മുതൽ 8 ബില്യൺ വർഷങ്ങൾ വരെ മാത്രമേ ഉള്ളൂ. രാസഘടനയുടെ വീക്ഷണകോണിൽ നിന്നും ഈ ഗാലക്സിയിലെ നക്ഷത്രങ്ങളെല്ലാം വളരെയേറെ ലോഹങ്ങൾ അടങ്ങിയവയാണ്. ഇത് ആദ്യകാല പ്രപഞ്ചത്തിലെ സമാനമായ വസ്തുക്കൾ പരിവേഷണം ചെയ്യുന്നതിന് അനുയോജ്യമായ ഒന്നാണ്. ക്ഷീരപഥ ഗാലക്സികളുടെ അരികുകളിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ഒരു അത്ഭുതകരമായ യാത്രയായിരുന്നു ഇത്. ഗാലക്സികൾ വെറും ഒറ്റപ്പെട്ട നക്ഷത്ര സമൂഹങ്ങൾ മാത്രമല്ല, അവ പരസ്പരം ഗുരുത്വാകർഷണ ബലത്തിലൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി മാറിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രപഞ്ച ഘടനകളാണ്. ക്ഷീരപഥത്തിന് ചുറ്റുമുള്ള കാനിസ് മേജർ ഡ്വാർഫ്, സജിറ്റേരിയസ് ഡ്വാർഫ്, ലാർജ് ആൻഡ് സ്മോൾ മെഗലനിക് ക്ലൗഡ്സ്, ഡ്രാക്കോ ഡ്വാർഫ്, ഉർസ മേജർ 1 and 2, ആൻഡലിയ 2, സജിറ്റേരിയസ് ഡ്വാർഫ് ഇറഗുലർ ഗാലക്സി എന്നിവ പോലുള്ള ഉപഗ്രഹ ഗാലക്സികൾ നമ്മുടെ ഗാലക്സിയുടെ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകുന്നു. ഈ ചെറിയ ഗാലക്സികളെ പഠിക്കുന്നതിലൂടെ ഗാലക്സികളുടെ രൂപീകരണം, പരിണാമം, ഇരുണ്ട ദ്രവ്യത്തിന്റെ സ്വഭാവം, ആദ്യകാല പ്രപഞ്ചത്തിന്റെ അവസ്ഥകൾ എന്നിവയെക്കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഈ അത്ഭുതകരമായ അയൽക്കാരെ നിരീക്ഷിക്കുന്നത് നമ്മുടെ സ്വന്തം ഗാലക്സിയുടെ കഥ മനസ്സിലാക്കുന്നതിനുള്ള വലിയ ജാലകം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.